വെള്ളരിക്കുണ്ട് താലൂക്കിൽ കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന ഭൂപ്രദേശമാണ് പാണത്തൂർ. അതിർത്തിയിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ ഉള്ളിലാണ് പാണത്തൂർ ടൗൺ ഉള്ളത്. പാണത്തൂരിൽ നിന്ന് സുള്ളിയിലേക്ക് 22 കിലോമീറ്റർ മാത്രം ദൂരമേ ഉള്ളൂ. അതിർത്തിയോട് ചേർന്നാണ് പാണത്തൂർ ബസ് സ്റ്റാൻഡ്. കർണാടക ബോർഡർ കടന്നാൽ തലക്കാവേരി ഫോറസ്റ്റാണ്. തലക്കാവേരിയുടെ അടിവാരത്തു നിന്നും കൂർഗു വാലിയിലേക്ക് സർവീസ് നടത്തുന്ന കാവാലം ബസ്സിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോട്ടയത്ത് നിന്നും പാണത്തൂരിലേക്ക് സോണിയ ട്രാവൽസിൻ്റെ പുതിയ ബസ്സിലാണ് വന്നത്. ആ യാത്രയുടെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഞാനിപ്പോൾ പാണത്തൂർ ബസ് സ്റ്റാൻഡിലാണ്. പാണത്തൂരിൽ നിന്നും ഇരിട്ടിയിലേക്കാണ് ഇന്നത്തെ യാത്ര. പാണത്തൂർ ബസ് സ്റ്റാൻഡിൽ കാഞ്ഞങ്ങാടേക്കുള്ള KSRTCയും ഇരിട്ടിക്കുള്ള KSRTCയും ഒക്കെ കിടപ്പുണ്ട്. ഇരിട്ടി ബസ്സിൻ്റെ പുറകിൽ പാർക്ക് ചെയ്തിരിക്കുന്ന കാവാലം ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സിലാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. കാവാലം ബസ്സിൻ്റെ ടേക്ക് ഓവർ ബസ്സാണ് മുൻപിൽ കിടക്കുന്ന ഫാസ്റ്റ് പാസഞ്ചർ. രണ്ടും 5 മിനിറ്റ് വ്യത്യാസത്തിലാണ് സർവീസ് നടത്തുന്നത്. ഈ മലയോര മേഖലയിൽ 2 ബസ്സിൽ പോകാനുള്ള യാത്രക്കാരുണ്ടോ? അതും ഒരേ സമയത്ത്. KSRTC ടേക്ക് ഓവർ നാടകം ഇനിയും അവസാനിപ്പിക്കാറായില്ലേ? ആളില്ലാതെ ഇങ്ങനെ ഓടിയിട്ട് എന്ത് കാര്യം? 9:05 ഇവിടെ നിന്നും പുറപ്പെടുന്നത്. ടേക്ക് ഓവർ വന്നിട്ടും തളരാതെ സർവീസ് നടത്തുന്ന കാവാലത്തിൻ്റെ വണ്ടിയിൽ നമ്മളിന്ന് യാത്ര ചെയ്യാൻ പോവുകയാണ്. ബസ് യാത്ര നമുക്ക് ആരംഭിക്കാം. കോട്ടയം പാണത്തൂർ KSRTC ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. പാണത്തൂർ ടൗണിലൂടെയാണ് ഇപ്പോൾ പോകുന്നത്. പാണത്തൂർ ടൗൺ കഴിയുമ്പോൾ ഇടത് സൈഡിലൊരു ദേവാലയമുണ്ട്. കൊണ്ടോടിയിൽ ബോഡി കെട്ടിയ ഏറ്റവും പുതിയ മോഡൽ ബസ്സാണ് ഇത്. കണ്ണൂർ കാസർഗോഡ് മലയോര മേഖലകൾ ഒരു കാലത്ത് കോട്ടയംകാർ കീഴടക്കിയെങ്കിൽ ഇന്നവർ കോട്ടയത്തു നിന്നുള്ള കൊണ്ടോടി വണ്ടികളും കൊണ്ടുവന്ന് നിരത്ത് കീഴടക്കാനുള്ള ശ്രമത്തിലാണ്. റിജേഷാണ് ഡ്രൈവിംഗ് ഡ്യൂട്ടിയിൽ. കണ്ടക്ടർ ദിലീപാണ്. ഡ്രൈവർ പാണത്തൂരുകാരനും കണ്ടക്ടർ പരപ്പ സ്വദേശിയുമാണ്. റോഡ് 2 ലൈൻ ആക്കാനുള്ള പ്രവർത്തനങ്ങളാണ്. പനത്തടി ടൗണിൽ നിന്നും ഇടത്തേക്കാണ് റാണിപുരം ഹിൽ ടോപ്പിലേക്കുള്ള റോഡ് തുടങ്ങുന്നത്. റാണിപുരം ട്രെക്ക് പോയിൻ്റ് പാർക്കിംഗ് വരെ 10 കിലോമീറ്ററോളം ദൂരമുണ്ട്. അവിടെ നിന്നും 2.5 കിലോമീറ്റർ നടക്കാനുമുണ്ട്. പാണത്തൂർ കാഞ്ഞങ്ങാട് ബസ്സും മുന്നിലുണ്ട്.
ചെറുപ്പനത്തടിയിലെ സെൻറ്റ് മേരീസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജാണ് ഇടതു സൈഡിൽ. മംഗലാപുരത്ത് നിന്ന് മണ്ടിയിലേക്ക് പോകുന്ന ബസ്സാണ് മുന്നിൽ വരുന്നത്. കോളിച്ചാൽ ടൗണിൽ എത്തുന്നതിൻ്റെ തൊട്ടു മുന്നിലായി വലത്തേക്കുള്ള റോഡാണ് ബന്തെടുക്കയ്ക്ക് പോകുന്നത്. പാണത്തൂർ കാഞ്ഞങ്ങാട് സ്റ്റേറ്റ് ഹൈവേ 56 ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പാണത്തൂരിൽ നിന്നും കാഞ്ഞങ്ങാടേക്ക് പോകുന്ന ബസ്സാണ് മുന്നിൽ. കോളിച്ചാൽ ടൗണിലൂടെയാണ് യാത്ര. കോളിച്ചാൽ പാലം കടന്ന് യാത്ര ചെയ്യുമ്പോൾ കുടുംബൂർ പുഴയുടെ ഒരു കൈവഴിയാണ് താഴെ. മാലക്കല്ലിൽ നിന്നും ഉടനെ എത്തുന്നത് രാജപുരത്തേക്കാണ്. ചുള്ളിക്കര ടൗണും സെൻറ്റ് മേരീസ് ദേവാലയവും ഒക്കെ കാണാം. പെട്ടെന്ന് മഴ എത്തിയിട്ടുണ്ട്. ഇന്നലെ വീട്ടിൽ നിന്നിറങ്ങി കോട്ടയം വരെ എത്തുമ്പോൾ പെരുമഴയായിരുന്നു. ആ കാര്യം ഓർത്തതേ ഉള്ളൂ. ഇവിടെയും എത്തി മഴ. ഒടയഞ്ചാലിൽ നിന്നും ഇടത്തേക്കാണ് പോകുന്നത്. നേരെ കാഞ്ഞങ്ങാട് ഭാഗത്തേക്കാണ്. ഒടയഞ്ചാലിലെത്തിയപ്പോൾ മഴ തകർത്തു പെയ്യുന്നുണ്ട്. വളാന്തോട്, കോളിച്ചാൽ, മാലക്കല്ല്, രാജപുരം, ഒടയഞ്ചാൽ, പരപ്പ, വെള്ളരിക്കുണ്ട്, ഭീമനടി, ചിറ്റാരിക്കൽ, ചെറുപുഴ, തേർത്തല്ലി, ആലക്കോട്, നടുവിൽ, പുലിക്കുറുമ്പ, ചെമ്പേരി, പയ്യാവൂർ, ഉളിക്കൽ വഴിയാണ് റൂട്ട്. ഏകദേശം 138 കിലോമീറ്റർ ദൂരമുണ്ട്. ബസ് ഫെയർ 150 രൂപയാണ്. ലാണ് ഏഞ്ചൽ ലിമിറ്റഡ് സ്റ്റോപ്പായി പാണത്തൂർ കേളകം റൂട്ടിൽ സർവീസ് ആരംഭിക്കുന്നത്. 2010 ഫാസ്റ്റ് പാസഞ്ചറായി പ്രൊമോട്ട് ചെയ്ത് 2014 വരെ ഓടി. 2014 KSRTC സൂപ്പർ ക്ലാസ് പ്രൈവറ്റ് ബസ്സുകളുടെ പെർമിറ്റുകൾ ഏറ്റെടുത്തപ്പോൾ വീണ്ടും ലിമിറ്റഡ് സ്റ്റോപ്പ് പെർമിറ്റ് ആവുകയും ഇരിട്ടിയിൽ സർവീസ് അവസാനിപ്പിക്കുന്നത് പോലെ ആക്കുകയും ചെയ്തു. 2017-18 കാലത്ത് ഏഞ്ചൽ മനാഡിയൽക്കാർക്ക് പെർമിറ്റ് കൊടുക്കുകയും 1 കൊല്ലത്തോളം അവർ ഓടുകയും കൊറോണ വന്നതോടെ മനാഡിയാൽ നിന്നു പോവുകയും 2019 അകശാല സെൻറ്റ് മേരീസ് പെർമിറ്റ് ഏറ്റെടുക്കുകയും 2025 വരെ ഓടുകയും അവസാനം 2025 ജനുവരിയിൽ കാവാലത്തിന് പെർമിറ്റ് കൊടുക്കുകയും ചെയ്തു. ടേക്ക് ഓവറായിട്ട് വന്ന KSRTC എന്തുകൊണ്ടാണ് കേളകം വരെ സർവീസ് നടത്തുന്നില്ല എന്നൊരു ചോദ്യം ബാക്കിയാണ്. പ്രൈവറ്റ് ഓടിയാൽ ആന കൂടെ ഓടും, പ്രൈവറ്റ് ഇല്ലേൽ ആനയുമില്ല എന്നതിൻ്റെ ഉദാഹരണമാണ് ഇത്. പ്രൈവറ്റ് ഇരട്ടിയാക്കി ആനയും അകമ്പടി സേവിക്കുന്നു. അതുകൊണ്ടാണ് ടേക്ക് ഓവർ ഒരു നാടകമായി മാറിയെന്ന് പറയുന്നത്. വലത് സൈഡിൽ ഒരു സർക്കാർ സ്കൂളുണ്ട്. നമ്മുടെ ബസ് നേരെ കല്ലഞ്ചിറ, വെള്ളരിക്കുണ്ട് വഴിയാണ് ഭീമനടിയിലെത്തുക. കാഞ്ഞങ്ങാടേക്ക് പോകുന്ന മൂകാംബിക ബസ്സാണ് ഓപ്പോസിറ്റ് വരുന്നത്. ജീവനക്കാർ തമ്മിൽ ചില കുശലം പറച്ചിലൊക്കെ നടത്തിയ ശേഷമാണ് യാത്ര തുടരുന്നത്. ₹20
പരപ്പ നീലേശ്വരം വഴി കാഞ്ഞങ്ങാടേക്ക് പോകുന്ന ബസ്സാണത്. കല്ലഞ്ചിറ ഗ്രാമത്തിലൂടെയാണ് യാത്ര. കാഞ്ഞങ്ങാടേക്കുള്ള KSRTC യാത്രയ്ക്ക് റെഡിയായി കിടക്കുന്നത് കാണാം. കോട്ടയത്തേക്ക് പോകുന്ന മാധവിയും ജേക്കബ്സുമൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്നത് കാണാം. ആ ബസ്സുകളുടെ സമയവും മറ്റു വിവരങ്ങളുമൊക്കെ അറിയാൻ റെഡ് ബസ് ആപ്പിൽ നോക്കിയാൽ മതി. പാണത്തൂരിൽ നിന്നും 40 കിലോമീറ്റർ ദൂരം യാത്ര ചെയ്ത് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് വെള്ളരിക്കുണ്ടിലാണ്. സമയം 10:30. ഇവിടെ നിന്നും പ്ലാച്ചിക്കര വഴി ഭീമനടിക്കാണ് പോകുന്നത്. 10-11 കിലോമീറ്റർ ദൂരം കാണും. മലയോര ഹൈവേയിലെ റോഡുകൾ വളരെ മികച്ചതാണ്. കൂരാംകുണ്ട് ഗ്രാമത്തിലൂടെയാണ് പോകുന്നത്. ഉടനെ തന്നെ പ്ലാച്ചിക്കരയിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്നും ഇടത്തേക്കാണ് ചെറുപുഴയ്ക്ക്. ഭീമനടി ബസ് സ്റ്റാൻഡിൽ കയറിയിട്ട് വേണം തിരികെ വരാൻ. കൊന്നക്കാടേക്ക് പോകുന്ന KSRTC ആണത്. മാങ്ങോട് പാലത്തിലൂടെയാണ് ബസ് പോകുന്നത്. കാഞ്ഞങ്ങാട് ഡിപ്പോയുടെ മറ്റൊരു കാഞ്ഞങ്ങാട് ബസ്സാണ് മുന്നിൽ.
തോമാപുരം സെൻറ് തോമസ് ദേവാലയമാണ് ഇടതു സൈഡിൽ. മുന്നിൽ കാണുന്ന 2 റോഡുകളും ചിറ്റാരിക്കൽ ടൗണിലേക്ക് തന്നെയാണ് പോകുന്നത്. സ്റ്റേറ്റ് ഹൈവേ 59 കോളിച്ചാൽ ചെറുപുഴ റോഡിലേക്കാണ് ബസ് എത്തിയിരിക്കുന്നത്. പാണത്തൂരിൽ നിന്നും ചിറ്റാരിക്കലിലേക്ക് സ്റ്റേറ്റ് ഹൈവേ 59 വഴി 35 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. എന്നാൽ നമ്മൾ വന്ന വഴി 58 കിലോമീറ്ററോളം ദൂരമുണ്ട്. കുറച്ച് ചുറ്റിക്കറങ്ങിയാണ് വരുന്നത്. ബസ് ഇപ്പോൾ ചിറ്റാരിക്കൽ ബസ് സ്റ്റാൻഡിലേക്കാണ് എത്തിയിരിക്കുന്നത്. ചിറ്റാരിക്കൽ ബാംഗ്ലൂർ റൂട്ടിലോടുന്ന ഗോൾഡൻ്റെ 2 ബസ്സുകൾ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ചിറ്റാരിക്കലിൽ നിന്നും ചെറുപുഴയ്ക്കാണ് പോകുന്നത്. 6 കിലോമീറ്റർ മാത്രം ദൂരം. വെള്ളരിക്കുണ്ട് ചെറുപുഴ റൂട്ടിലോടുന്ന ഗോൾഡൻ്റെ ബസ്സാണ് മുന്നിൽ. കാസർഗോഡ് ജില്ലയോട് ഗുഡ് ബൈ പറയാൻ സമയമായി. ചെറുപുഴ പാലം കടന്നാൽ കണ്ണൂർ ജില്ലയാണ്. താഴെ തേജസ്വിനി പുഴയാണ്. പാലം കടന്ന് ഇടത്തേക്ക് പോകുന്നത് പുളിങ്ങോം ദേശത്തേക്കാണ്. വലത്തേക്ക് ചെറുപുഴ ടൗണിലേക്കും. ചെറുപുഴ ബസ് സ്റ്റാൻഡിലെത്തിയപ്പോൾ സമയം 11:15. ടേക്ക് ഓവർ KSRTC ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ഏകദേശം 70 കിലോമീറ്റർ ദൂരമുണ്ട് ഇരിട്ടിക്ക്. ready. 10 മിനിറ്റത്തെ ബ്രേക്കിന് ശേഷം യാത്ര തുടരുകയാണ്. നേരെ പോകുന്നത് പയ്യന്നൂർ ഭാഗത്തേക്കാണ്. ഇടത്തേക്കാണ് ആലക്കോട് പോകുന്നത്. മഞ്ഞക്കാട്, തേർത്തല്ലി, രയറോം, നെല്ലിപ്പാറ, ആലക്കോട്, കരുവഞ്ചാൽ, ഒടുവള്ളിത്തട്ട്, നടുവിൽ, മണ്ഡലം, പുലിക്കുറുമ്പ, ചെമ്പേരി, പയ്യാവൂർ, പുളിക്കൽ,
പുതുശ്ശേരി വഴിയാണ് പോകുന്നത്. വിഷുവിൻ്റെ ആഘോഷങ്ങൾ ഇവിടെ തുടങ്ങുകയാണ്. ഒരു പൂമാല വാങ്ങിക്കാൻ ജീവനക്കാർ മറന്നില്ല. പാക്കാഞ്ഞിക്കാട് വഴിയാണ് യാത്ര. കൊന്നമരങ്ങളൊക്കെ പൂത്തു തുടങ്ങിയിരിക്കുന്നു. മഞ്ഞക്കാട് ജംഗ്ഷനിൽ നിന്നും വലത്തേക്കാണ് നമുക്ക് പോകേണ്ടത്. നേരെ പോകുന്നത് തിരുമേനി ഉദയഗിരി ഭാഗത്തേക്കാണ്. ചെറുപുഴ ബാംഗ്ലൂർ നോർത്തേൺ സ്റ്റാർ ആണ് വലതു സൈഡിൽ പാർക്ക് ചെയ്തിരിക്കുന്നത്. തേർത്തല്ലി ടൗണിലാണ് ഇപ്പോൾ ബസ്. ഇടത്തേക്കാണ് നമുക്ക് പോകേണ്ടത്. വലത്തേക്ക് ചപ്പാരപ്പടവ് റൂട്ടാണ്. നെല്ലിപ്പാറ ജംഗ്ഷനിൽ നിന്നും വലത്തേക്ക് തടിക്കടവ് റൂട്ടാണ്. അരങ്കം ശ്രീ മഹാദേവ ടെമ്പിളിൻ്റെ മുന്നിലൂടെയാണ് യാത്ര. ഇവിടെ നിന്ന് ഇടത്തേക്ക് കാർത്തികപുരം വഴി ഉദയഗിരിക്കാണ്. വലത്തേക്ക് ആലക്കോട് ടൗണിലേക്കും. ആലക്കോട് ബസ് എത്തിയിരിക്കുകയാണ്. പാണത്തൂരിൽ നിന്നും യാത്ര തിരിച്ച ശേഷം ഈ യാത്രയിൽ കാണുന്ന രണ്ടാമത്തെ വലിയ ടൗണാണ് ആലക്കോട്. ഇതിൽ ആലക്കോടാണോ ചെറുപുഴയാണോ വലുതെന്ന് നാട്ടുകാർ പറയട്ടെ.
ആലക്കോട് പാലം കടന്നു പോകുമ്പോൾ വലതു സൈഡിൽ സെൻറ് മേരീസ് കോൺവെൻറ്റ് സ്കൂൾ കാണാം. മുൻപോട്ട് പോകുമ്പോൾ വലതു സൈഡിൽ അതിമനോഹരമായ ഒരു ദേവാലയമുണ്ട്. ആലക്കോട് ഫിലിം സിറ്റിയാണ് ഇടതു സൈഡിൽ. ആലക്കോട് നിന്ന് 3 കിലോമീറ്റർ മാത്രം യാത്ര ചെയ്ത് കരുവഞ്ചാലിൽ എത്തിയിരിക്കുകയാണ്. കരുവഞ്ചാലാണ് കാവാലത്തിൻ്റെ തറവാട്. തളിപ്പറമ്പിൽ നിന്നും കാപ്പിമലയ്ക്ക് പോകുന്ന ഹോളിമരിയ വരുന്നുണ്ട്. കൊടുവള്ളിത്തട്ട് വഴിയാണ് നമ്മൾ പോകുന്നത്. ഇടത് സൈഡിൽ കരുണാപുരം സെൻറ് ജൂഡ് ദേവാലയമാണ്. കൊടുവള്ളിത്തട്ട് മല കയറുകയാണ്. ഇടത് സൈഡിൽ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. പാലായിൽ നിന്നും പാണത്തൂരിലേക്ക് പോകുന്ന സൂപ്പർ ഫാസ്റ്റാണ് ഇപ്പോൾ നമ്മൾ കണ്ട ബസ്. 9 മണിക്ക് പാണത്തൂരിൽ എത്തേണ്ട ബസ്സാണ്. കുറച്ച് ലേറ്റായിട്ടാണ് വരവ്. കുടിയാൻമലയ്ക്ക് പോകുന്ന ഒരു KSRTC ആണ് മുന്നിലുള്ളത്. കൊടുവള്ളിത്തട്ട് ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയിരിക്കുകയാണ്. സമയം 12:32. കൊടുവള്ളിത്തട്ടിൽ നിന്നും മലയിറക്കമാണ്.
കുഴിയാൻമലയ്ക്കുള്ള ബസ് മുന്നിൽ തന്നെ ഉണ്ട്. മലയിറങ്ങി എത്തുന്നത് നടുവിൽ ടൗണിലേക്കാണ്. നടുവിൽ ബസ് സ്റ്റാൻഡിലാണിപ്പോൾ. തളിപ്പറമ്പിലേക്ക് പോകുന്ന ഒരു KSRTC വരുന്നുണ്ട്. മണ്ഡലം വഴിയാണ് ഇപ്പോൾ പോകുന്നത്. വെൻകുന്ന ഇറക്കം ഇറങ്ങുകയാണ്. ഇരിട്ടിയിൽ നിന്ന് ചെറുപുഴയ്ക്ക് പോകുന്ന മറ്റൊരു കൊണ്ടോടി ബിൽറ്റ് ബസ്. ഇവിടെ നിന്ന് വലത്തേക്ക് പോയാലും ചെമ്പേരിയിലേക്ക് എത്താം. വലത്തേക്ക് പോകുന്ന വഴിക്ക് ഒരു ചെറിയ ഡാമൊക്കെയുണ്ട്. പുലിക്കുറുമ്പയിലെ സ്കൂളും ദേവാലയവും ഒക്കെ ഇടത് സൈഡിൽ കാണാം. പുലിക്കുറുമ്പയിൽ നിന്ന് യാത്ര ചെയ്ത് എത്തിച്ചേരുന്നത് ചെമ്പേരിയിലാണ്. വിമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ മുൻപിലാണ് ഇപ്പോൾ. ഇരിട്ടിയിൽ നിന്ന് പാണത്തൂർക്ക് പോകുന്ന ജേക്കബ്സിൻ്റെ ഒരു ബസ്. പൂപ്പറമ്പയിൽ നിന്ന് ഇപ്പോൾ പയ്യാവൂരിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. സമയം 1:25. പയ്യാവൂർ കണ്ണൂർ ബസ് ഇടതു സൈഡിൽ കാണാം. ഇരിട്ടി ബന്തെടുക്ക ബസ്സാണ് വലതു സൈഡിൽ. ഈ കണ്ട അകസാലക്കാരുടെ ബസ്സായിരുന്നു ഈ കാവാലം.
എന്നാ പറയുന്നേ? ലൈവല്ല, പറഞ്ഞോ. ഇത് വേണോ? എന്തെടുക്കാൻ വേണ്ടിയാണോ? പേരെന്നാ? ധോണി. അനീഷറിയാം, ഇതിലെ പഴയ കണ്ട അല്ലേ? യാത്ര തുടരുകയാണ്. ഇനി ഇവിടെ നിന്നൊരു 23 കിലോമീറ്റർ കൂടിയുണ്ട് ഇരിട്ടിക്ക്. വളപട്ടണം പുഴയുടെ കുറുകെയുള്ള നൂച്ചിയാട് പാലത്തിലൂടെയാണ് പോകുന്നത്. പുളിക്കൽ ടൗണിലെത്തുമ്പോൾ സമയം 1:52. ഇവിടെ നിന്ന് നേരെ പോകുന്ന റോഡ് മാട്ര വള്ളിത്തോട് ഭാഗത്തേക്കാണ്. ഇരിട്ടി പുഴയാണ് വലതു സൈഡിൽ. ഇവിടെ നിന്ന് നേരെ പോകുന്നത് കൂട്ടുപുഴ, കീഴ്പള്ളി, വിരാജ്പേട്ട റൂട്ടാണ്. വലത്തേക്ക് ഇരിട്ടി പാലം കടന്നാൽ ഇരിട്ടി ടൗണാണ്. 2021 പണിത പുതിയ പാലത്തിലൂടെയാണ് യാത്ര. കുടക്, തലശ്ശേരി പട്ടണങ്ങളെ ബന്ധിപ്പിക്കുന്നതിനായി 1933 ബ്രിട്ടീഷുകാർ പണി കഴിപ്പിച്ച ഉരുക്ക് പാലമാണ് വലതു സൈഡിൽ. കർണാടക RTCയുടെ മൈസൂർ തലശ്ശേരി ബസ് മുന്നിലുണ്ട്. കൂർഗ് ജില്ലയുമായി ചേർന്ന് കിടക്കുന്ന ഈ പ്രദേശം കൂർഗ് വാലി എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ നിന്ന് വിരാജ്പേട്ട വഴി മൈസൂർക്കും മടിക്കേരിക്കും ബാംഗ്ലൂർക്കുമൊക്കെ ബസ്സുകൾ അവൈലബിൾ ആണ്. കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ഭാഗത്തേക്കും ബസ്സുകൾ ഉണ്ട്. പാണത്തൂരിൽ നിന്ന് ആരംഭിച്ച ബസ് യാത്ര സ്റ്റേറ്റ് ഹൈവേ 56-ലൂടെയും 59-ലൂടെയും ഓടി മലകളും പുഴകളും പട്ടണങ്ങളും ഗ്രാമങ്ങളും കണ്ട് 5 മണിക്കൂറിനൊടുവിൽ 2:05 ഇരിട്ടിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. 3:15 ഇരിട്ടിയിൽ നിന്ന് പാണത്തൂരിലേക്ക് പോകുന്നത്. 8 മണിയോടുകൂടി പാണത്തൂരിൽ എത്തിച്ചേരുന്നതാണ്. അടുത്ത വീഡിയോയിൽ കണ്ണൂരിൽ നിന്നും മാനന്തവാടി വഴി തിരുനെല്ലി ക്ഷേത്രത്തിലേക്ക് പോകുന്ന സാൻ മരിയ ബസ്സിൻ്റെ വിശേഷങ്ങളാണ്. കാത്തിരിക്കുമല്ലോ. നന്ദി, നമസ്കാരം.